വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഡേ 17. ഇന്ന് നമ്മൾ മോർണിംഗ് മുതൽ ഒരുപാട് എന്താ പറയുക ഫുള്ളി വർക്കിൻ്റെ ബിസി ആയിരുന്നു. വർക്കിൻ്റെ ബിസിയിൽ ഞാനും മുസ്തഫയും ഞാൻ ഒരുമിച്ച് പുതിയൊരു കോട്ട് ക്ലബിൻ്റെ സൈഡിലേക്കും അതുപോലെ തന്നെ അക്കാദമിൻ്റെ സൈഡിലേക്കും ഒരു ഓഫീസ് സ്പേസ് കുറച്ചും കൂടി എടുക്കാനുള്ളൊരു പ്ലാനിലേക്ക് വല്ലാർപാടം ഒരു പുതിയൊരു സ്പേസ് എന്ന് പറഞ്ഞു അവിടെ പോയി നോക്കി. പക്ഷേ അവിടെ നമുക്ക് പറ്റിയില്ല. കാരണം കാക്കനാടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ ട്രാവൽ ചെയ്യണം. ആകെ 15 കിലോമീറ്റർ ഉള്ളൂ, പക്ഷേ 1 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്താൽ അവിടെ എത്തുള്ളൂ. അത്രയും ബ്ലോക്കാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓൾമോസ്റ്റ് ഇന്ന് പുതിയ പ്രോജക്റ്റുകളെ കുറിച്ചുള്ള ഡിസ്കഷൻസും പിന്നെ കോട്ട് ക്ലബിൻ്റെ വെർട്ടിക്കൽസ് കംപ്ലീറ്റ്ലി പ്ലാൻ ചെയ്തു. ദെൻ ഇതാ ഫിറ്റ്നസ് വിത്ത് ഓൺടർപ്രണർഷിപ്പ് ജേണിയിൽ 17th ഡേയിൽ വെൽക്കം ബാക്ക്. നമ്മുടെ കൂടെ മുസ്തഫ ഉണ്ട്, നിയാസ് ഉണ്ട്. ഒരു ഷട്ടിൽ കളിച്ചു. ഒന്ന് ആദ്യമായിട്ട് ബാസ്കറ്റ് ബോൾ ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല. ബാസ്കറ്റ് ബോൾ എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു. ഒരു ചെറിയ പയ്യനാണ് പഠിപ്പിച്ചത്. നാളെ പിന്നീട് കാണിക്കാൻ വീഡിയോയിൽ. സോ ഇന്നത്തെ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. കാരണം വെച്ചാൽ ബേസിക്കലി ഡെയിലി ചെയ്യുന്ന റൊട്ടീൻസിൽ തന്നെയാണുള്ളത്. പുതുതായിട്ടൊരു കാര്യം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക കുറച്ചും കൂടി ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ പ്രൊജക്റ്റുകളെ കുറിച്ചിട്ടൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ DXitoൻ്റെ പുതിയ വേർട്ടിക്കൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, കറൻ്റ് ഉള്ള പ്രൊജക്റ്റുകൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ ഔട്ട്പുട്ട്സ് റിസൾട്ട്സ് കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കൂടുതൽ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാം. സോ എന്നത്തെയും പോലെ തന്നെ ഡെയിലി മോർണിംഗിൽ നമ്മളൊരു ഗ്രൂപ്പ് ടീം മീറ്റിംഗ് ഉണ്ടായിരിക്കും. അതിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രോജക്ട്സുകളുടെ ചലഞ്ചസ് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ പുതിയ ക്ലയൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് ഐഡിയാസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. സോ ഈ കാര്യങ്ങളാണ് ഡെയിലി മോർണിംഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറ്. സോ ദീസ് ആർ ദ അപ്ഡേറ്റ്സ് ടുഡേ. ഇപ്പം ഡെയിലി ഇതൊരു ഹാബിറ്റാക്കി ബിൽഡ് ചെയ്യണം. ഡെയിലി ഒരു പുതിയ ഫേസിലേക്ക് പോകണം, പുതിയ ആളുകളെ മീറ്റ് ചെയ്യണം. ഓഫ്കോഴ്സ് ഇന്നൊരു പുതിയ ആളുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാനൊരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഫോൺ കോളിലാണ്. നാളെ അവരെ എന്ത് ചെയ്യണം, ഒന്നും കൂടി വിളിച്ചിട്ട് എന്ത് ചെയ്യണം, മീറ്റിംഗ് എടുക്കണം. എന്നിട്ട് പുതിയ പ്രൊജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അവർക്ക് എന്തോ ഒരു ഗോൾഡിൻ്റെ ജ്വല്ലറിയാണ് അവർക്ക്. ജ്വല്ലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ചെയിനായിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ജ്വല്ലറിയാണ്. സോ അതിനെ എങ്ങനെ പൊസിഷൻ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നാളെ വിളിച്ചിട്ട് ടൈം അലോക്കേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കണം. സോ ദീസ് ആർ ദ മെയിൻ തിങ്. ആൻഡ് നാഷിദ് എങ്ങനെയുണ്ട്? വെബ്സൈറ്റിൻ്റെ സൈഡൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഓക്കെ. സോ വീഡിയോ എടുക്കുന്ന നാഷിദാണ്. ആൻഡ് ടീം ഞാൻ പറയില്ല, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളെ വെച്ചിട്ട് ഞങ്ങൾ സ്കെയിൽ ചെയ്യുന്ന ഒരു മോഡലാണ്. സോ അതുകൊണ്ട് തന്നെ ബ്രെയിൻ ആൻഡ് മാക്സിമം നമ്മൾ ടെക്നോളജി യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഈ വീഡിയോ ചെയ്യുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും അതിലേക്കുള്ള കോണ്ടൻറ്റ് ഡിസ്ക്രിപ്ഷന് പിന്നെ അതിൻ്റെ ക്യാപ്ഷൻസ് എവറിത്തിങ് ഞാൻ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ള AI ടൂളുകൾ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാനത് വർക്കൗട്ട് ചെയ്യുന്നത്. എൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ അതുപോലെ തന്നെ സ്റ്റോറീസ് ഓഫ് ബ്രാൻഡ്സിൻ്റെ എവറിത്തിങ് ഞാൻ സിംഗിൾ ഹാൻഡാണ് ഞാനത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആരെയും ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ആ കാര്യത്തിലേക്ക്. സോ നമുക്ക് തന്നെ പല കാര്യങ്ങളും നമ്മളൊരു 1 hour or 2 hour 1 hour ഒന്നും വേണ്ട, ഒരു 30 minutes പോലും 1 hour മാക്സിമം സ്പെൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. സോ നെവർ ലാക്ക്. നമ്മൾ എത്ര തന്നെ എന്താ പറയുക ഒരുപാട് കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, സമയം വേസ്റ്റ് ആക്കരുത്. മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോവുക. ഇപ്പോൾ സമയം 10 മണിയായി. ഇന്ന് രാവിലെ ഞങ്ങളിതുപോലെ 7 മണിക്ക് 8 മണിയാകുമ്പോഴേക്കും ലൈവ് ആയതാണ്. ഇന്ന് 10 മണിയായി. ഇപ്പോൾ റൂമിലേക്ക് പോകാൻ നിൽക്കുകയാണ്. 30, 40, 50, 60, 70, 80. 1 more. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. ഡയമണ്ട് ഇതൊക്കെ
ഒന്ന് പോയി സ്കോട്ട് ഇല്ലല്ലോ താമസം ഇങ്ങനെ കറക്റ്റ് സ്ട്രൈറ്റ് ഇത് സ്ട്രൈറ്റ് ജസ്റ്റ് സ്ട്രൈറ്റ് നമ്മളൊരു കസേരയിൽ ഇരിക്കുന്ന പോലെ ഈ സാധനം കാല് ചെയ്യാൻ നല്ല സുഖമാണ് അല്ല എൻ്റെ കാല് മുട്ടുംകാല് വളരെ ഇത് കാല് സ്ട്രൈറ്റ് ആണ് സാധനല്ലേ ഇങ്ങനെ വരും ഈ ചെയ്യണ എങ്ങനെ അറിയോ ഇങ്ങനെ ചെയ്യണം അങ്ങനെയല്ല കാല് ഇങ്ങനെ പോവാം അതായത് ഈ പവർ എടുക്കണ്ടേ മുട്ട് മുമ്പ് അല്ല കുറച്ചുകൂടി കാലെടുത്തേക്ക് ഓക്കെ മുട്ട് മുന്നിൽ പോകല്ലേ മുട്ട് മുന്നേ പോയല്ലേ ഈ ബാക്കിലേക്ക് നേരെ ചന്തയാണ് ബാക്ക് പോകണ്ടേ സ്ട്രൈറ്റ് പിടിക്കും ഞാൻ ഹെൽപ്പ് ചെയ്യാം ഓക്കെ റെഡി നല്ല ഇരിക്കും നമ്മൾ ഇങ്ങനെ ഈ സാധനം ഇത് സ്ട്രൈറ്റ് ആയിരുന്നു ഫ്രണ്ട് കിട്ടരുത് മുട്ടിന് വേനോ സ്ട്രൈറ്റ് സ്ട്രൈറ്റ് തല സ്ട്രൈറ്റ് പിടി ഇങ്ങനെ ബോഡിക്ക് സ്ട്രൈറ്റ് ആയിക്കോട്ടെ ആ കൈ പിടിച്ചാൽ ശരിയാവും ഓക്കെ റെഡി കുറച്ചും കൂടി ഫുള്ളി ഇങ്ങനെയാണ് നമ്മൾ കൈ മുന്നേക്കൊക്കെ കൈ മുന്നേക്കൊക്കെ നമുക്ക് ഇത്ര റെഡിയാവും ആ ഓക്കെ എല്ലാം ചെയ്താൽ മതി ഈ സാധനം ഇരുന്നോക്കാം ഓക്കെ ഇത് ചെസ്റ്റ് ഫ്രണ്ട് കാക്കി ചെസ്റ്റ് ഫ്രണ്ട് കാക്കി ചെസ്റ്റ് അല്ല സ്പൈന് കുറച്ചും കൂടി യെസ് അതേ സ്ട്രെയിറ്റിൽ സിമ്പിളത് ഇങ്ങനെ നമ്മളെന്താ പറയുക കാല് നേരെ ബാക്കിക്ക് ഇരുന്നാൽ മതി ആ ഓക്കെ മെല്ലെ ചെയ്താൽ മതി പിടിച്ച് കോണ്ടന്റ് ആക്കും ഇങ്ങനെ ഈ വിഷയത്തിൽ പഞ്ച് പഞ്ച് കഴിക്കണ നടക്കൂല കമ്മല്ലേ ബുദ്ധിമുട്ടാണെങ്കിൽ മുട്ടുകാലത്താണ് ചെയ്തത് എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ റെഡി തല സ്ട്രൈറ്റ് ആക്കി തല സ്ട്രൈറ്റ് ആക്കി പക്ഷെ അങ്ങനെയല്ല കൈയില്ലേ ഈ കാണാം മുട്ടുകാല് കുത്തുമ്പോഴായാലും ഇല്ലേ ഈ കാണാൻ വേണം കൈമേലെ ഫുള്ളോട് വേണം കൈ നടക്കൂല കൈ പ്രശ്നം മുമ്പ് ഇത് കുറെ ചെയ്തിട്ട് ഇത് 10-20 വെച്ച് ഞാൻ മുമ്പ് ഒരു ആപ്പ് ഉണ്ട് 100 days പുഷപ്പ് എന്ന് പറഞ്ഞിട്ട് 100 days സൂപ്പർമാൻ ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ 100 എടുപ്പിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ സെറ്റ് ആയിട്ട് 8 സെറ്റ് 8 എണ്ണം 5 എണ്ണം 9 എണ്ണം അങ്ങനെ ഡെയിലി നമ്മൾ 100 പുഷപ്പ് എടുക്കും അപ്പോൾ എന്ന് നമ്മൾ ഒറ്റ സ്റ്റേജിൽ 100 എടുക്കുന്നത് നമ്മൾ സൂപ്പർമാനാണ് നല്ല അടിപൊളി ആപ്പായിരുന്നു ആൻഡ്രോയിഡിലുണ്ട് ഇപ്പോൾ 100 days പുഷപ്പ് 100 days 100 പുഷപ്പ് എടുക്കാന്നാണ് പറയുന്നത് പക്ഷെ വയറിന് ചെയ്താലും വയറിന് പ്ലാങ്കോ പിടിക്കുന്ന വേണ്ട അതൊന്ന് വർക്ക് ചെയ്താൽ വെള്ളത്തെ അവസരം നടക്കൂല ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പിടിക്കും കാല് മാത്രം ഓക്കെ കാല് വെച്ച് കൊടുത്തു ഞാൻ വാങ്ങിച്ചതാണ് ഇത് ചെയ്തോ ശരിക്കും ഇങ്ങനെ വെച്ചാല് ബോഡിക്ക് അനുസരിച്ച് അവിടെ 2 സൈഡ് കാണാം ഇങ്ങനല്ലേ ഇങ്ങനെ നിൽക്കുക ഈ കാല് ഇങ്ങോട്ടാണ് എടുക്കേണ്ടത് ഇങ്ങനെ എടുക്കണം അവൻ്റെ പാദ്യം വന്ന് ശരിയാവണം ഇങ്ങനെ എടുക്കേണ്ടത് കണ്ടോ ഈ പുഷ് വരും ഈ ബോഡി കൂടെ പുഷ് ചെയ്യണം അതെ വയറിന് ടൈറ്റ് വരണം അത് വയറ് ടൈറ്റ് ആകുന്നുണ്ട് കാല്
അങ്ങനെ ഇത് അളക്കരുത്, പകരം മുട്ട് മാത്രം. ഇപ്പൊ കണ്ടില്ല നമുക്ക് ബോഡി ഉണ്ടാക്കാം. എന്നുവെച്ചാൽ ബോഡി പുഷ് ചെയ്യാതെ ഒരു കാല് കൊണ്ടുവരാൻ വേണ്ടി. കുറച്ച് ടാസ്ക്കാണ്, പക്ഷെ പ്രാക്ടീസ് ചെയ്താൽ രസമാണ്. നെക്സ്റ്റ് മറ്റേ സാധനം അത് പിന്നെ അങ്ങനെയല്ല, മറ്റേ കിടന്നിട്ട് കാല് മറിക്കരുത്. അല്ല ഈ കാല് പുള്ളി എയറിലുണ്ട്. കിടക്കും. ഓക്കെ, കാല് പുള്ളി എയറിലുണ്ട്. ഇത് കൊണ്ടിട്ട് ഇവിടെ ടച്ച് ചെയ്യാൻ മതി. ഈ കൈ ഒരു ടച്ച് ചെയ്യണം. ഈ കൈ ഇങ്ങനെ കാല് അറിയില്ല. ഇതിങ്ങനെ പിന്നൊരു പരിപാടിയുണ്ട്, പ്ലാങ്ക് അല്ല, പ്ലാങ്കിലല്ല ഈ സാധനം. പ്ലാങ്ക് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി വെട്ടാൻ ഇങ്ങനെ പിടിക്കാം. ഇതിങ്ങനെ ഈ ഒരു ലെവലിലാണ് പൊസിഷൻ വെക്കേണ്ടത്. അതാകുമ്പോൾ പ്ലാങ്കിന്റെ സ്ട്രെസ് ഉണ്ടാവില്ല. അങ്ങനല്ല, ശരിക്കും സൈക്കിൾ ഔട്ടില്ലേ, സൈക്കിൾ ഔട്ട് ഇങ്ങനെ ഇങ്ങനെ മുട്ട് മാത്രം വരത്തുള്ളൂ. യെസ് യെസ് അങ്ങനെ. സോ ഇന്നത്തെ ഡേ ഇത്രേ ഉള്ളൂ.